ഇന്ന് ബാക്കുവിലെത്തിയിട്ട് രണ്ടാം ദിവസം യാത്ര പോകാനുള്ള വണ്ടി എത്തി. ഇപ്പോൾ സമയം രാവിലെ 8 മണി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബാക്കുവിലാണ്. ബാക്കുവിൽ ഇന്നത്തെ യാത്ര, അതായത് ബാക്കു വന്നിട്ട് രണ്ടാം ദിവസം. ഇന്ന് നമ്മൾ പോകുന്നത് ഷാഗ്ഡാഗിലാണ്, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ രാജമല. അപ്പോൾ ഇവിടുന്ന് 3 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ വണ്ടി റെഡി ആയിട്ടുണ്ട്, അമിത് ഭായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷഹ്ഡാഗിലേക്കാണ് അല്ലേ? അതെ, ഷഹ്ഡാഗിലെ. ഷഹ്ഡാഗിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ കിങ് ഓഫ് മൗണ്ടൻസ് എന്നാണ് അതിന്റെ ട്രാൻസ്ലേഷൻ. ഷാഹ് എന്ന് പറഞ്ഞാല് രാജാവ് എന്നുള്ളൊരു അർത്ഥം. ഷാഹ്യുടെ അർത്ഥം രാജാവ്. ദാഗ് എന്ന് പറഞ്ഞാല് ടർക്കിഷ് ഭാഷയിലൊക്കെ അസർബൈജാനിലും എല്ലാം മല എന്നാണ്, രാജമല എന്നും പറയാം മലയാളത്തിൽ. ഈ റോഡ് പോകുന്നത് റഷ്യയിലേക്ക് പോവാ അല്ലേ? അതെ, മെയിൻ ഹൈവേ ആണ്, റഷ്യയിലേക്ക് പോവാം. ഇത് അസർബൈജാന്റെ ഹൈവേ ആണ്. 4 വരി ഉണ്ട് അല്ലേ? 4 വരി പാത. നേരെ എത്ര കിലോമീറ്റർ ഉണ്ടാവും റഷ്യയിലേക്ക്? അതായത് ദാഗിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പൊ നമ്മള് പോകുന്ന കുസാർ ഉണ്ട്. കുസാറിന് ഏകദേശം ഒരു 200 കിലോമീറ്ററിന് അടുത്താണ് ദാഗിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തേക്കുള്ളത്. ദാഗിസ്ഥാൻ ഒരു രാജ്യമാണ്. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വേണം പിന്നെ. അതെ, അപ്പൊ ഏകദേശം ഒരു 500 കിലോമീറ്റർ കൂട്ടി കൊടുക്കണം. ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഒരു 3 മണിക്കൂറുണ്ട് അല്ലേ? 3 മണിക്കൂർ. സാധാരണ എല്ലാവരും ഗബാലിലേക്കല്ലേ പോണേ, നമ്മളൊന്ന് മാറ്റി പിടിച്ചു. അതായത് ഇവിടെ 2 സ്കീ റിസോർട്ട്സ് ഉണ്ട്. ഒന്ന് ഗബാലയാണ്, ഒന്ന് ഷഹ്ഡാഗാണ്. ഷഹ്ഡാഗാണ് ഇവിടുത്തെ ആദ്യത്തെ സ്കീ റിസോർട്ട്. അപ്പം പിന്നെ വ്യത്യാസം ഗബാല എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയിട്ട് ഗബാല ഒരു പേര് വന്നതേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം മാറ്റി പിടിച്ച് കാണിച്ചു കൊടുക്കാം. വേറെ എങ്ങനെയും വേറെ സ്ഥലമുണ്ട്. അതേ മലയാളികൾക്കൊന്നും ആദ്യം കണ്ടിട്ടുണ്ടാവില്ല. എന്തൊക്കെയാണ് അവിടെ ആക്ടിവിറ്റീസ് ഉള്ളത്? ഷഹ്ഡാഗിൽ ഈ പറഞ്ഞ പോലെ സ്കീ റിസോർട്ടിൽ നമ്മുടെ എന്താണ് ഈ കേബിൾ കാർ റൈഡ് ഉണ്ട്, പിന്നെ സ്കീ ചെയ്യാം, പിന്നെ മറ്റേ സ്നോ മൊബൈൽ ഉണ്ട്, ബൈക്കില്ലേ വണ്ടി ഓടിക്കുന്നത് അതുണ്ട്. വിന്ററിൽ സമ്മർ ആയി കഴിഞ്ഞാൽ പാരാഗ്ലൈഡിങ് ഉണ്ട്, പിന്നെ ഇതുപോലെ തന്നെ സിപ്പ് ലൈൻ ഉണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ബാക്കി ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ ബാക്കി അവിടെ വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നമുക്ക് കുറച്ച് ചെമ്പുകാരുടെ കാണാൻ സാധിച്ചു. അപ്പോൾ വണ്ടി നിർത്തി ഒന്ന് ആ ചെമ്പുകാരനെ കണ്ടിട്ട് വരാം നമുക്ക്.
ഷാദ്ദാഗിലേക്ക് പോകുന്ന മുമ്പ് നമുക്ക് ഇതിൻ്റെ അടിവാരത്ത് ഒരു വില്ലേജ് ഉണ്ട്, അത് കണ്ട ശേഷം നമുക്ക് ഷാദ്ദാഗിലേക്ക് പോകാം. ഷാദ്ദാഗ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് ലാസ വില്ലേജ്. കുതിരക്കാരൻ്റെ വളരെയധികം നിർബന്ധം കാരണം ഞാനും ഒരു കുതിര സവാരി നടത്തി. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഈ കുതിരയും ഈ കുതിരക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കടുത്ത മഞ്ഞുവീഴ്ച ആയതുകൊണ്ട് ഗ്രാമീണരെല്ലാം ഗ്രാമം വിട്ട് പോയിക്കുകയാണ്, മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിക്കുകയാണ്. ഇനി അവർ വേനൽക്കാലം ആകുമ്പോൾ കൃഷി ചെയ്യാനായിട്ട് അവർ വീണ്ടും ഇവിടെ വരും. ഈ മഞ്ഞിൽ കൂടിയുള്ള ഈ കുതിര സഫാരി വളരെ മനോഹരവും നല്ലൊരു അടിപൊളി സംഭവമായിരുന്നു. ഈ ഐസ് മലയിൽ കൂടെയുള്ള യാത്രയുണ്ടല്ലോ, നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ, അടിപൊളി. വളരെ കുറച്ച് ജനസംഖ്യയുള്ള ഈ ഗ്രാമത്തിൽ പൊട്ടാറ്റോ, കേബേജ് തുടങ്ങിയ കൃഷികൾ ചെയ്തു വരുന്നു. ചെറിയ ഒരു വെള്ളച്ചാട്ടവും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി കഴിഞ്ഞു. വെൽക്കം ടു ഷഹ്ദാഗ്. ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ കാശ്മീർ പോലെ മഞ്ഞും മലകളൊക്കെ ഉള്ള നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും, നല്ല രസമായിരിക്കും. ഇപ്പം നല്ല തണുപ്പിന് ഇത്തിരി കുറവുണ്ട്, ഇപ്പോൾ സമയം 11 മണി, അതുകൊണ്ട് തണുത്ത് വിറയ്ക്കണ സംഭവമൊന്നുമില്ല. പക്ഷേ മഞ്ഞും മൂടിയ മലകളുണ്ട്, ഐസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം അവിടെ പോയി സമയം ചിലവഴിക്കാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ റിസോർട്ടുകൾ. ഇവിടെയെല്ലാം താമസിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഷഹ്ദാഗ്. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് എൻട്രൻസ് കയറി. അതിനുശേഷം ഞങ്ങൾ കേബിൾ കാർ സർവീസ് നടത്തുന്നിടത്തേക്ക് പോവുകയാണ്. ഹോളിഡേയ്സിലായതുകൊണ്ട് 15 മന്നത്താണ് വരുന്നത്, അതായത് 30 ദിർഹംസ് ആവും. സാധാരണ ദിവസങ്ങളിൽ ഇതിൻ്റെ ചാർജ് 10 മന്നത്താണ്. ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ് ഈ കേബിൾ കാർ സർവീസ്. നല്ല രസമാണത്. 15 ദിർഹംസ് വരുന്നത്. ഹോളിഡേയ്സിൽ 15 ദിർഹംസ് അല്ല കേട്ടോ, മന്നത്ത്. ഇവിടുത്തെ രൂപ മന്നത്ത്, അതായത് 30 ദിർഹംസോളം വരും ഫ്രൈഡേയ്സിൽ. സാധാരണ ദിവസങ്ങളിലൊക്കെ 10 മന്നത്താണ് വരുന്നത്. അപ്പോൾ നല്ലൊരു രസമായി. മഞ്ഞുമലയുടെ മുകളിലേക്ക് ഹൈറ്റ് ചെയ്ത് ഇവിടെ ഗബാലയെക്കാട്ടും നല്ലത് ഇതാണല്ലേ സജിത് അമിത് ഭായ്? എന്താ ഗബാലയെക്കാട്ടിയും കുറച്ചും കൂടെ സ്കീ സ്ലോപ്പ് ഉള്ളത് ഇവിടെയാണ് കൂടുതലുള്ളത്. ഇതാണ് ആദ്യത്തെ സ്കീ റിസോർട്ട്. അതെ, നമ്മൾ ഈ കൂടുതലും മലയാളീസ് വരുമ്പോൾ ഗബാലയിലേക്കേ പോകുന്നത്. പക്ഷെ ഒന്ന് മാറ്റി ചിന്തിക്കണം. ഇത് നല്ല രസമുണ്ട്, നല്ല ഹൈറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു രസമുള്ള സംഭവമാണ്. ഞാൻ കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരാം.
സമുദ്രനിരപ്പിൽ നിന്നും 4243 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മഞ്ഞുമലയാണ് ഷാഹ്ദാഗ് മൗണ്ടൻ. അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ കളിക്കുന്ന കണ്ടില്ലേ, നല്ല രസമായിട്ടുള്ള സമയമാണ്. ഇവിടെ സ്കീനിങ് ചെയ്യാൻ പറ്റും, നല്ല കാഴ്ചകളാണ്. അതിൽ മൊത്തം മലകൾ മൊത്തം ഐസ് പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. നല്ല രസമാണ്, നല്ല സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. അപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ തിരിച്ചിറങ്ങുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. സ്കീ ആൻഡ് വിൻ്റർ സ്പോർട്സിന് പറ്റിയ സ്ഥലമാണ് ഈ മഞ്ഞ് മൂടിയ മലനിരകൾ.
When my new joint hit, just can't sit. Gotta get jiggy with it. That's it. Now, honey, honey, come ride. DKNY, all up in my eyes. Gotta, bag with a lighter. Stuff in it. Give it to your friend. Let's spin. Everybody looking at it.